അല്ലാ, അസ്സലാമലൈക്കും. എന്തായാലും ഇന്ന് ബോറടിച്ച സമയത്ത്, ഇങ്ങനെ കുത്തിയിരുന്ന സമയത്ത് ഞാനൊന്ന് ചിന്തിച്ച്, എന്തായാലും നമ്മളെ പഴയ കാലമൊക്കെ ചന്തകളൊക്കെ ഒന്ന് കണ്ടാൽ കൊള്ളാം. അങ്ങനെ ഞാൻ അതിനു വേണ്ടി സൗദിയിൽ ഒരു ചന്തയിൽ പോയതാണ്. എൻ്റെ പൊന്നോ, ചെന്ന് കഴിഞ്ഞപ്പോഴാണ് കണ്ണ് തള്ളിപ്പോയി എൻ്റെ. അത്രമാത്രം മത്സ്യം, ഞാൻ പോലും ഇന്നേ വരെ കാണാത്ത മത്സ്യങ്ങളുടെ ഒരു വലിയ ശേഖരം. ഞാൻ യഥാർത്ഥ സമയത്തല്ല അവിടെ ചെന്നിരുന്നാൽ തന്നെയും ചെന്ന സമയത്ത് കണ്ട മീൻ കണ്ടിട്ട് പോലും അതിശയിച്ചു. അത്രമാത്രം ഇതായിപ്പോയി ഞാൻ. കാരണം എന്തുമാത്രം മത്സ്യങ്ങൾ, കൊട്ടക്കണക്കിന് മത്സ്യങ്ങൾ അങ്ങനെ ട്രക്കിലും അങ്ങനെ ഇതെല്ലാം വന്ന് കിടക്കുകയാണ്. പക്ഷേ യഥാർത്ഥ സമയത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം അവിടെ ഇറക്കി വെക്കുകയും ഇത് ലേലം വിളിച്ച് പല കൺട്രിയിലേക്ക് കൊണ്ടുവന്നു. സൗദിയുടെ പല സ്ഥലത്തോട്ട് ഇത് കൊണ്ടുപോകാനൊക്കെയാണ് ഇത് അവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് കടലിൽ നിന്ന് നേരിട്ട് വരുന്നതാണ്. പിന്നെ പല ഒമാനിൽ നിന്ന് വരുന്നുണ്ടെന്ന് പറയപ്പെടുന്നു. കാരണം ഒരു മലയാളിയായിട്ട് എനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടി. എന്നിരുന്നാലും ഇത്രമാത്രം മത്സ്യം ജീവിതത്തിൽ കണ്ടു മടുത്തെന്നുള്ള ഞാൻ എന്നിട്ടൊരു 3 കിലോ മത്സ്യവും മേടിച്ചു അവിടുന്ന്. കുഴപ്പമില്ലായിരുന്നു, പച്ചയ്ക്ക് പച്ച മത്സ്യമായിരുന്നു. എന്തായാലും കാണേണ്ട കാഴ്ച. അമൂറിൻ്റെ വലിയൊരു ശേഖരം. അമൂർ എന്ന് പറഞ്ഞൊരു മത്സ്യത്തിൻ്റെ എത്രമാത്രം, ഒരു അമൂർ തന്നെ എടുത്തു കഴിഞ്ഞാൽ 25 കിലോ ഒക്കെ ഒരു അമൂർ. കാരണം അതൊന്നും നമുക്ക് മേടിക്കാം. 1 കിലോയ്ക്ക് 80 റിയാലാണ്. അപ്പോൾ നാട്ടിൽ ഏതാണ്ട് 80 റിയാൽ എന്ന് പറഞ്ഞാൽ 1000 രൂപയുടെ, 1000 അല്ലല്ലോ, 1800 രൂപ, 2000 രൂപയുടെ അടുത്തായി. അപ്പോൾ ആ 1 കിലോ മത്സ്യം, അങ്ങനെയുള്ള മത്സ്യങ്ങൾ, അതേപോലെയുള്ള വറ്റകൾ, നമ്മുടെ മത്തിയൊന്നും കാണാനേ ഇല്ല അവിടെ. കാരണം മത്തിയൊന്നും ആരും അങ്ങനെ എടുക്കുന്നില്ല, അതിൻ്റെ സീസൺ അല്ല എന്നാണ് മലയാളി എന്നോട് പറഞ്ഞത്. എന്തായാലും ഇത്രമാത്രം ഒരു കാഴ്ച കിട്ടിയതിൽ വളരെ സന്തോഷം തോന്നി. ആട്ടെ, ഇനിയും ഇതുപോലുള്ള മാർക്കറ്റ് കാണാൻ നിങ്ങൾക്ക് അവസരം കിട്ടുമെന്ന് പോയി കാണണം. ഓരോ മത്സ്യങ്ങളെ പറ്റി പഠിച്ചു വെക്കുന്നത് നല്ലതാണ് കേട്ടോ.